ഹായ് കൂട്ടുകാരെ, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമാണ് എല്ലാവർക്കും? ചോറൊക്കെ കഴിച്ചോ? ഈസ്റ്ററൊക്കെ കഴിഞ്ഞ് എല്ലാവരും ആ ക്ഷീണത്തോടെ ഇരിക്കുകയാണോ? ഇനി അടുത്താഴ്ച നമുക്ക് വിഷു അല്ലേ? വിഷുവിൻ്റെ ഇതല്ലേ, തിരക്കും ബഹളങ്ങളൊക്കെ ആയിരിക്കും അല്ലേ? എല്ലാവരും വിഷുവിന് ഡ്രസ്സുകളൊക്കെ എടുത്തോ? കുറേ ദിവസമായല്ലേ ഞാൻ വീഡിയോ ഇട്ടിട്ട്? സുഖമില്ലായിരിക്കുന്ന കാരണമായിരുന്നു കേട്ടോ ഇടായിരുന്നേ. എന്നാലും ഇപ്പോഴും വയ്യ. എന്നാലും ഞാൻ നോക്കുമ്പോൾ എൻ്റെ കൂട്ടുകാരുടെ അടുത്ത് ഇടയ്ക്കിടയ്ക്കൊന്നും വന്നില്ലേ ശരിയാവില്ല. അപ്പോൾ ഞാൻ ഓർത്ത് ചെറുതായിട്ടൊന്ന് ഇന്ന് എൻ്റെ കൂട്ടുകാരുടെ അടുത്ത് വരാമെന്ന് ഓർത്ത് വന്നതാണ്. അപ്പോൾ നമുക്കിന്നൊരു മോര് കറിയല്ല, ഒരു വെറൈറ്റി ഒരു കറി, മോര് കറി എന്ന് പറയാൻ പറ്റില്ല, ഒരു അടാറ് ഒരു ചാറ് മോര് കൊണ്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ എൻ്റെ കൂട്ടുകാർ അതേപോലെ ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ട സാധനം കുറച്ച് പത്തലമുളക് ഞാൻ ചൂടുവെള്ളത്തിലിട്ട് വെച്ചതാണ് കേട്ടോ. പിന്നെ ഇത് അരച്ചെടുക്കാം നമുക്ക്. ഇതിൻ്റെ കൂടെ അരയ്ക്കുന്ന കൂടെ ഒരു 5 ഉള്ളി വെളുത്തുള്ളി ഇല്ലേ, 5 അല്ലി വെളുത്തുള്ളി എടുക്കണം. അതും കൂടെ ഇട്ട് അരച്ച് നമുക്ക് എടുക്കാം. അപ്പോൾ ചീഞ്ചട്ടി ചൂടായി കേട്ടോ. നമുക്ക് കുറച്ച് എണ്ണ ഒഴിക്കാം. എണ്ണ ഒഴിച്ചു. എണ്ണ ചൂടായിക്കോട്ടെ. എണ്ണ ചൂടായി. അതിലേക്ക് കുറച്ച് ജീരകം ഇടാം. ജീരകം ഇട്ട് ജീരകം പൊട്ടിക്കഴിയുമ്പോൾ തന്നെ നമ്മൾ അരച്ച് വെച്ച വെളുത്തുള്ളി മുളകും കൂടെ ഇതിലേക്കിടാം. നമുക്ക് നന്നായിട്ട് മൂപ്പിക്കാം. ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇടണം. കുറച്ച് മഞ്ഞൾപ്പൊടി. ആ ജീരകത്തിൻ്റെ വെളുത്തുള്ളിയും ഒക്കെ നല്ല സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ. നന്നായിട്ട് മൂക്കട്ടെ. ലേശം ഉപ്പിട്ടോ ഇതിൽ, ഞാൻ പറയാൻ മറന്നു. ലേശം ഉപ്പിട്ടോ. മുളകിനൊക്കെ പിടിച്ചാലല്ലേ എരിവ് പിടിക്കണ്ടേ? എരിവിന് ഉപ്പ് പിടിച്ചല്ലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പം അതിലെ വെള്ളമൊക്കെ ഒന്ന് പറ്റി നന്നായിട്ട് മൂക്കട്ടെ. നമുക്കിത് ഈ പാത്രത്തിലേക്ക് മാറ്റാം. ഇത് സെറ്റാക്കട്ടെ. കരിവേപ്പിലൊന്നുമില്ല കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ അടിച്ചു വെച്ച മോരൊഴിക്കുക. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന കേട്ടോ. നല്ല അടിപൊളി കറി. നോക്കട്ടെ പുളിയൊക്കെ ഉണ്ടോ. ഉപ്പൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ ആ മുളകിൻ്റെ അകത്തിട്ട് ഉപ്പ് നല്ല എരിവുമുണ്ട്. അടിപൊളി നമ്മുടെ മോരുകറി മാറി നിൽക്കും. അങ്ങനെ നമ്മുടെ മോരുകറി അടിപൊളി മോരുകറിയായി കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ചോറിന് ഒഴിച്ച് കൂട്ടുന്ന കാണിച്ചു തരാമേ. അപ്പം നമ്മുടെ മോരൊഴിച്ചിട്ടുള്ള കറി, നമ്മുടെ ഇന്നത്തെ ചോറിൻ്റെ കറിയാണ് പറയാം. പയർ മെഴുക്കുവരട്ടിയായി, പാവയ്ക്ക വറുത്തെടുത്തത്, 2 കഷ്ണം പന്നിയിറച്ചി, നമ്മുടെ മെയിൻ താരം മോര് കറി. അപ്പോൾ ഇതെങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ. മോര് മാത്രം കൂട്ടിയിട്ട് നല്ല പുളിയും എരിവും നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പം എൻ്റെ കൂട്ടുകാരെ കൊതിപ്പിക്കുമല്ലേ ഞാൻ ഇരുന്നിട്ട് ഓരോന്ന് കാണിച്ചിട്ട്. എന്നാ സാറില്ല കേട്ടോ. സൂപ്പറാട്ടോ. അപ്പം നല്ല കറിയാണ് ഇങ്ങനെ വെക്കുന്നത്. നിങ്ങൾ ഒരു പ്രാവശ്യം വെച്ച് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റും ഉണ്ട്. അപ്പോൾ ഇതേപോലെ മോരൊന്നാക്കി നോക്കിയിട്ട് എൻ്റെ കൂട്ടുകാർ വെച്ച് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്നൊന്ന് അഭിപ്രായം പറയണം കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയി വീണ്ടും വരാം. ബായ്.